എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ എഗ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങി വയ്ക്കാം. മുട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. മുട്ട അതിലേക്ക് ഇട്ട ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മുട്ട റെഡി ആയിട്ടുണ്ടാവും. കുക്കറിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഈ മുട്ട ഇട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ ഒരു 2 വിസിലിൽ മുട്ട പുഴുങ്ങിയെടുക്കാറുമുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. പുഴുങ്ങിയ മുട്ട തൊലി കളഞ്ഞതിന് ശേഷം രണ്ടായിട്ടൊന്ന് മുറിച്ച് വയ്ക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും കൂടണ്ട, 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ തീയിലിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ തീയിലിട്ട് മാത്രം ഇത് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായി ചൂടായി നല്ലതുപോലെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയും ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. മുട്ട ഇതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഇതിൽ വെക്കണ്ട, കാരണം മസാലയൊക്കെ വളരെ കുറവായതുകൊണ്ടും കുറച്ചധികം ചൂടുണ്ടാവുന്നതുകൊണ്ടും ഇതിലേക്ക് ഒരുപാട് നേരം വെച്ചാൽ കരിഞ്ഞു പോകാനും ടേസ്റ്റ് മാറിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 30 സെക്കൻഡ് മാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷവും 30 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും വേറെ എന്തിൻ്റെ കൂടെ ആയാലും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ റെസിപ്പീസിൻ്റെയും റിട്ടൺ ഡീറ്റെയിൽ റെസിപ്പീസ് സൈറ്റിലുണ്ട്. അപ്പോൾ സൈറ്റ് കൂടി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.